ഹലോ, ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് ചെയ്യുന്നത്. നമ്മൾ അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാത്തൂനും കൊച്ചും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ തൂജും അമ്മയും നമ്മൾ ആദ്യം റെഡിയാക്കി നിർത്തി. കാരണം അവർ നമുക്ക് റെഡി ആക്കി കഴിഞ്ഞപ്പോൾ ആദ്യം നമ്മുടെ പണി തീർന്നു. കാരണം അവർക്ക് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് റെഡി ആവാനായിട്ട്, എങ്ങോട്ടെങ്കിലും പോകാനായിട്ട്. അപ്പോൾ അവരെ ആദ്യം റെഡിയാക്കി നിർത്തിയപ്പോൾ നമുക്ക് റെഡി ആവാമല്ലോ. അങ്ങനെ അവരെ റെഡിയാക്കി നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കൊടുക്കണം. അത് അവർക്ക് നിർബന്ധമാണ്. അപ്പോൾ ഭയങ്കര പോസൊക്കെ കൊടുത്ത് നിൽക്കാറുണ്ട് രണ്ടാളും. അപ്പോൾ നമുക്ക് 6 മണിക്ക് ശേഷം നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ വിളക്കൊക്കെ വെച്ചിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോവുക. അമ്മയുടെ അമ്മയുണ്ട്, അമ്മമ്മ നാമം ചൊല്ലാനായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ തോജു ആമനെയൊക്കെ റെഡിയാക്കി എല്ലാവരും റെഡിയായി. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. വീട്ടിന് തൊട്ടപ്പുറത്തന്നെ അമ്പലം, അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് അമ്പലത്തിൽ. അപ്പോൾ അവർ വന്നപ്പോൾ നമ്മൾ എല്ലാവരെയും കൂട്ടിയിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ റെഡിയായി. ഞങ്ങൾ ഇടയ്ക്ക് അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് തോജുന് ഭയങ്കര ഇൻട്രസ്റ്റാണ്. തോജു അമ്പലത്തിൻ്റെ ഫ്രണ്ടെത്തിയതും ഭയങ്കര ഓടി പോകുന്നുണ്ട്. അവന് പ്രാക്ടീസ് ഉണ്ടല്ലോ, ഡെയിലി ഞാൻ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാറുണ്ട് വൈകുന്നേരം. അവിടെ പോയി പിള്ളേരൊരു കളിയായിരുന്നു. കാരണം നമ്മൾ ഡെയിലി നമ്മളെവിടെയും കൊണ്ടുപോകുന്നില്ലല്ലോ കുട്ടികളെ. അപ്പോൾ ഇങ്ങനെയുള്ള അമ്പലങ്ങളിലും എവിടെയെങ്കിലും ചെറുതായിട്ട് എങ്ങനെയും വൈകുന്നേരങ്ങളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ഓടിച്ചാടി കളിക്കാനും അവർക്ക് ഇതെല്ലാം ഒരു ടൈം പാസ്സുള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ അമ്പലത്തിലൊക്കെ പോയി അവർ കുറേ നേരം കളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മൾ തൊഴുതി ഇറങ്ങി. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട്. അവിടെ ഈ കട്ടയൊക്കെ അടിച്ചതുകൊണ്ട് നമുക്ക് ഓടാനും ചാടി കളിക്കാനൊക്കെ കുട്ടികൾക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ തൊഴുതി അങ്ങനെ പുറത്തേക്ക് വരികയാണ്. അവർക്ക് കളിച്ച് മതിയായിട്ടില്ല എങ്കിലും 6 മണിക്ക് ശേഷമല്ലേ, അപ്പോൾ കൂടുതൽ നേരം നിർത്തണ്ടെന്ന് വെച്ച് ഞങ്ങൾ വേഗം വീട്ടിലോട്ട് വന്നു. പിന്നെ അമ്മമ്മ ഉള്ളത് കൊണ്ട് തന്നെ അമ്മമ്മ 4 തലമുറ കണ്ട അമ്മമ്മയാണ്. അപ്പോൾ അവരുടെ കൂടെ അമ്മമ്മയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തു. കൂടെ ഞാനും കൂടെ ചേർന്ന് ഫോട്ടോസൊക്കെ എടുത്ത്. 4 തലമുറ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ലല്ലോ. നമ്മുടെ ലൈഫിൽ ഇതൊക്കെയായിരിക്കും നമുക്ക് മെമ്മറബിളായിട്ട് ഓർത്തിരിക്കേണ്ട ചില നിമിഷങ്ങൾ. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. ഓക്കെ, ബൈ ബൈ.